5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം പുതിയതാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല നമുക്ക്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ബാക്കി നിങ്ങളുടെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ തന്നെ ആയിരിക്കും ഈ എക്സാമിനും ഉണ്ടായിരിക്കുക എന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. അത് എല്ലാ UP സെക്ഷനിലെ എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും ആദ്യത്തേത് അത് തന്നെയായിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും ചെയ്യേണ്ടതാണ്. നമുക്കൊരു പാസേജ്, അത് ചിലപ്പോൾ സ്റ്റോറിയുടേതാവാം, ഒരു പോയം ആവാം, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് താഴെ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ആ സ്റ്റോറി അല്ലെങ്കിൽ ആ പോയം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻസർ എന്തായാലും അതിനകത്ത് തന്നെ ഉണ്ടാവും, ആ പാസേജിനകത്ത്. അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അത് 2022-23 ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. Long ago, a fisherman and his wife lived near the sea. The man earned his living by catching fish. പണ്ടൊരിക്കൽ ഒരു ഫിഷർമാനും അദ്ദേഹത്തിൻ്റെ വൈഫും കടലിനടുത്ത് ജീവിച്ചിരുന്നു. അവർ മീൻ പിടിച്ചാണ് ജീവിച്ചിരുന്നത്. One day he caught a beautiful golden fish. Here is a fish, said the fisherman. My wife can cook for our supper. അപ്പം ഫിഷർമാന് ഒരു ദിവസം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഫിഷിനെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ, ഈ ഫിഷിനെ എൻ്റെ വൈഫ് ഇന്ന് സപ്പറിന് കുക്ക് ചെയ്തു തരും. സഡൻലി ദ ഫിഷ് ബിഗാൻ ടു സ്പീക്ക്. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഫിഷ് സംസാരിക്കാൻ തുടങ്ങി. ദ ഫിഷ് ലുക്ക്ഡ് അറ്റ് ഹിം പെയിൻഫുള്ളി ആൻഡ് സെറ്റ്. അപ്പം വളരെ ദുഃഖത്തോടെ ആ ഫിഷർമാനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, പ്ലീസ് ത്രോ മീ ബാക്ക് ഇൻ ടു ദി സീ. എന്നെ ദയവായി കടലിലേക്ക് തിരികെ വിട്ടാലും. ദ ഫിഷർമാൻ വണ്ടേർഡ്. ഫിഷർമാൻ അത്ഭുതപ്പെട്ടു പോയി. വാവ്, എ ക്യൂട്ട് ടോക്കിംഗ് ഫിഷ്. വളരെ ക്യൂട്ടായിട്ടുള്ള സംസാരിക്കുന്ന ഒരു ഫിഷോ. ഹൗ ക്യാൻ വി കുക്ക് ആൻഡ് ഈറ്റ് ഇറ്റ്? ഹീ ത്രൂ ദ ഫിഷ് ബാക്ക് ഇൻ ടു ദി സീ. അപ്പോൾ അദ്ദേഹം അതിനെ കടലിലേക്ക് തന്നെ വിട്ടു. കാരണം സംസാരിക്കുന്ന ഒരു ഫിഷിനെ കുക്ക് ചെയ്ത് കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. I will give you a reward for throwing me back. What do you want? The fish asked. അപ്പോൾ ഫിഷ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്ടതിന് വളരെ നന്ദി. നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? The fisherman couldn't give a reply. ഫിഷർമാന് ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. Then the fish said, well, if you ever need anything, കം ടു മീ. ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഫിഷ് പറഞ്ഞു, പെട്ടെന്നൊരു മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഫിഷ് പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരാവശ്യം വന്നാൽ എന്നെ സമീപിക്കൂ, ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാം. അതാണ് ഞാൻ തരുന്ന പ്രോമിസ്. അപ്പം ഇത്രയുമാണ് ആ സ്റ്റോറി നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. നിങ്ങൾക്ക് ഇതിന് ഏറ്റവും യോജിച്ചതെന്ന് തോന്നുന്ന ഒരു ടൈറ്റിൽ, ഒരു തലക്കെട്ട് ഇതിന് കൊടുക്കൂ. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ഫിഷ് എന്നാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഫിഷർമാൻ ആൻഡ് വൈഫ് എന്ന് കൊടുക്കാം, ദ സീ എന്ന് കൊടുക്കാം, ഫിഷ് എന്ന് കൊടുക്കാം, റിവാർഡ് എന്ന് കൊടുക്കാം. അപ്പം ഏതെങ്കിലും കൊടുക്കാം. ഗോൾഡൻ ഫിഷ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ്, പിക്ക് ഔട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ് ഫ്രം ദ സ്റ്റോറി. അപ്പം അതിനകത്തുനിന്ന് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. 2-3 തന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫിഷർമാൻ ഏൺ ദ ലിവിങ്? എങ്ങനെയാണ് ഫിഷർമാൻ തൻ്റെ ചിലവ് അല്ലെങ്കിൽ തനിക്ക് കഴിയാനുള്ളത് കണ്ടുപിടിച്ചിരുന്നത്? ബൈ ക്യാച്ചിങ് ഫിഷ്. മീൻ പിടിച്ചിട്ടാണ്. ബൈ ക്യാച്ചിങ് ഫിഷ്. ദെൻ ഫോർത്ത് വൺ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ഫിഷ്? എന്താണ് ആ മീനിൻ്റെ പ്രത്യേകത? ടോക്കിംഗ്, ഫ്ലൈയിങ്, ഡാൻസിങ്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ടോക്കിംഗ് ആണ്. ഫിഫ്ത്ത് വൺ, വാട്ട് ഡിഡ് ദ ഫിഷ് പ്രോമിസ്? എന്താണ് ഫിഷ് പ്രോമിസ് ചെയ്തത്? ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഈ സ്റ്റോറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ആൻസേഴ്സ് എല്ലാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Second activity, some events from the story, the kissing hand are given below in a jumbled way. You may arrange them properly.
അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓണപരീക്ഷയ്ക്ക് തന്നിട്ടുള്ള അത്രയും പാഠഭാഗങ്ങൾ നന്നായിട്ട് പുസ്തകം വായിച്ച് മനസ്സിലാക്കിയിരിക്കണം, എങ്കിലേ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. ചെസ്റ്റർ took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school as his mother watched. Miss Raccoon kissed Chester in the middle of his palm. അപ്പോൾ നമുക്ക് സ്റ്റോറി അറിയാമെങ്കിൽ നമുക്കറിയാവുന്നതാണ് എന്താണ്, ചെസ്റ്റർ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഏതാവും? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. സെക്കൻഡ് എന്ന് പറയുന്നത് മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രറ്റ്. എനിക്ക് നിന്നോട് രഹസ്യം പറയാനുണ്ട് എന്ന് അമ്മ പറഞ്ഞു. ആ രഹസ്യം എന്തായിരുന്നു? മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്ററിൻ്റെ കൈത്തലത്തിൽ അമ്മ ഉമ്മ വെച്ചു. അടുത്തത് എന്താണ്? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അമ്മയുടെ കൈ പിടിച്ച് ചുംബിച്ചു. ലാസ്റ്റത്തേത് ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. Activity 3. The little train tried hard, but her wheels just would not turn. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? അപ്പം ഇത് നമ്മുടെ ദ ലിറ്റിൽ ട്രെയിനിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ലിറ്റിൽ ട്രെയിന് വളരെയധികം ശ്രമിച്ചിട്ടും വീല് മൂവ് ആവുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ ആനിമൽസും, അതിലുണ്ടായിരുന്ന ക്ലൗണും ആനിമൽസും പുറത്തേക്ക് വന്നു. അവരെല്ലാവരും തള്ളി നോക്കി, പക്ഷേ ലിറ്റിൽ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ലിറ്റിൽ ട്രെയിനിൻ്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇതാണ്. ഓ സോ സാഡ്, ഐ ട്രൈഡ് സോ മച്ച് ബട്ട് ഐ കുഡിൻ മൂവ്. വാട്ട് ഹാപ്പൻ ടു മീ? ഡോണ്ട് നോ. ഇഫ് ഐ ഡോണ്ട് റീച്ച് ഓവർ ദ മൗണ്ടൻ then the boys and girls will not have any toy or good food. ആക്ടിവിറ്റി 4 ഒരു റിഡിലാണ്. യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് pour down. യു ഫോൾഡ് മീ വെൻ ദ റെയിൻ സ്റ്റോപ്സ്. വാട്ട് ആം ഐ? അപ്പോൾ നിങ്ങൾ എന്നെ തുറക്കും. എപ്പോഴാണോ മേഘങ്ങൾ താഴേക്ക് പതിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ തുറക്കും. എപ്പോഴാണോ മഴ അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ അടച്ചു വയ്ക്കും. ഞാൻ ആരാണെന്ന് പറയൂ എന്നാണ് ക്വസ്റ്റ്യൻ. അതാരാണ്? അംബ്രല്ല. ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വർഷങ്ങളിലെല്ലാം എഡിറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 സെൻറ്റൻസ് തരും. അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് തിരുത്താനുള്ള വാക്കുകൾ കാണും. ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊപ്പോസിഷൻസ് ആയിരിക്കും. ചില വാക്കുകളുടെ ടെൻസ് മാറാനാവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദി ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഐ അവിടെ ക്യാപിറ്റലാണ് വരേണ്ടത്. ആ സെൻറ്റൻസ് തുടങ്ങുകയാണ് ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ അല്ല, ഐ വെൻറ്റ് ടു എ സ്റ്റോർ. ഞാൻ സ്റ്റോറിലേക്ക് പോയി. ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. അടുത്തത് ഐയും ക്യാപിറ്റൽ വേണം, ഫുൾ സ്റ്റോപ്പിന് ശേഷമുള്ളതാണ്. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദി ഷെൽഫ് അല്ല, ഇൻ ദി ഷെൽഫ്. ഷെൽഫിനകത്താണ്, അപ്പം ഇൻ ദി ഷെൽഫ്. ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ്. ഈ ആക്ടിവിറ്റികളൊക്കെ കൂടാതെ ചിലപ്പോൾ കോൺവെർസേഷൻ എഴുതാൻ വരാം. ഇപ്പോൾ ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒരു ഫ്രണ്ടുമായിട്ടുള്ള കോൺവെർസേഷൻ എഴുതാൻ വേണമെങ്കിൽ വരാം. അതുപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു പടം തരും, എന്നിട്ട് അതിനെപ്പറ്റി ഒരു 4-5 സെൻറ്റൻസുകൾ എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ചെസ്റ്റർ റാക്കൂണിൻ്റെ ചാപ്റ്ററിൽ ആ ആക്ടിവിറ്റി ചെയ്തിരുന്നു. ആ സ്കൂളിലെ ഒരു റൂമിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അതുപോലെ ഡയറി വരാം. ചെസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നു, അപ്പോൾ ചിലപ്പോൾ ഡയറി എഴുതാൻ പറയാം. അതല്ലെങ്കിൽ ലിറ്റിൽ ട്രെയിനിൻ്റെ ഡയറി എഴുതാൻ പറയാം. അതല്ലെങ്കിൽ നിങ്ങളൊരു മഴ കാണുന്ന ദിവസം നിങ്ങളോടൊരു ഡയറി എഴുതാൻ ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ മഴയെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ ജേർണിയെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്.